സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജാതിക്കയുടെ ഒരു തൊണ്ട് തിന്നാൻ കൊതിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൻ്റെ അടുത്ത് പള്ളിയുടെ പറമ്പാണുള്ളത്. പള്ളിപ്പറമ്പിൽ ഒരുപാട് ജാതിക്ക അന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് അതിൻ്റെ ഒരു തൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിൽ പറമ്പും മുറ്റവും നിറയെ എല്ലാം ജാതിക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ തൊണ്ടിനോട് ഒരു പ്രിയവും ഇല്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ വെറുതെ ഒന്ന് കടിച്ചു നോക്കും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മൾ ചമ്മന്തി ആയിരിക്കും കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കിൽ സൂര്യൻ്റെതാ ഈ ഒരു ഒളിച്ചുകളി ഉണ്ടല്ലോ, അതെനിക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലപോലെ വെയിൽ കിട്ടണം, വേനൽക്കാലത്ത് അത്യാവശ്യം നല്ല നനയൊക്കെ നമ്മുടെ ജാതിക്കും വേണം കേട്ടോ. അങ്ങനെ രാവിലെ നമ്മളൊരു കാപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടിയും ചെറിയൊരു ബക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങും കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഇതുപോലെ നമ്മുടെ ജാതിക്കാകൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തലേ ദിവസം നമ്മുടെ കണ്ണിൽ പെടാതെ പോയവരൊക്കെ നിലത്ത് ചാടി എന്തായാലും കിടപ്പുണ്ടായിരിക്കും. ആദ്യം അവരെയൊക്കെ പറിച്ചെടുക്കും കേട്ടോ. ഇതാണ് നമ്മൾ ജാതിക്ക മരത്തിൽ നിന്ന് പറിക്കുമ്പോൾ ഉള്ള പാകം. ഇതുപോലെ തൊണ്ടൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള പത്രയും കായും ഒക്കെ തനിയേതാ വീണ് വരാറാവും കേട്ടോ. ആ ഒരു പരുവത്തിലാണ് നമ്മൾ പറിച്ചെടുക്കുന്നത്. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പത്ര വേറെ അതിൻ്റെ കാ വേറെ നമ്മൾ രണ്ടും രണ്ടായിട്ട് ഉണക്കിയെടുക്കും കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ പത്രയും കായും വേർതിരിച്ചെടുക്കുന്നത്. പരിപാടിയൊക്കെ എളുപ്പമാണ് കേട്ടോ. ശരിക്കും ലാഭകരമായിട്ടുള്ളൊരു കൃഷി തന്നെയാണ്. ഇതുപോലെ പത്രയും കായും രണ്ടായിട്ട് ഉണക്കി വേർതിരിച്ച് നമ്മൾ കടയിൽ കൊടുക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.